കരുനാഗപ്പള്ളി നെഞ്ചുരോഗ ആശുപത്രിയിൽ പ്രഭാത ഭക്ഷണത്തിന് താങ്ങാകാൻ പുസ്തകവണ്ടി. ഇതിൽ നിന്ന് വാങ്ങുന്ന പുസ്തകങ്ങളുടെ കമ്മീഷൻ പ്രഭാത ഭക്ഷണം തയ്യാറാക്കാൻ ഉപയോഗിക്കും. 1170 ദിവസമായി നെഞ്ചുരോഗ ആശുപത്രിയിൽ പ്രഭാത ഭക്ഷണം നന്മ വണ്ടിയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്യുന്നുണ്ട്. സ്പോൺസർമാരായി ആരും എത്താത്ത ദിവസം കരുനാഗപ്പള്ളി പുതിയകാവ് നെഞ്ചുരോഗാശുപത്രിയിലെ പ്രഭാത ഭക്ഷണം മുടങ്ങാതിരിക്കാനാണ് പുസ്തകവണ്ടിയും എത്തിയത്. പുസ്തകവണ്ടിയിൽ നിന്ന് വാങ്ങുന്ന സാഹിത്യ വൈജ്ഞാനിക പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കമ്മീഷൻ തുക രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പ്രഭാത ഭക്ഷണം ഒരുക്കാൻ ഉപയോഗിക്കും. പുസ്തകവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് CR മഹേഷ് MLA നിർവഹിച്ചു. ആ ആശുപത്രിയിൽ ഇത്രയും ദിവസമായി 1169 ദിവസം എന്ന് പറയുമ്പോൾ കോരിച്ചൊരിയുന്ന മഴയത്തും മരം കോച്ചുന്ന മഞ്ഞത്തും എത്ര പ്രതികൂലമായ കാലാവസ്ഥയിലും കൃത്യം 7 മണിക്ക് യാതൊരു തെറ്റുകളും ഈ നിമിഷം വരെയും ഒരു പരാതിയുമില്ലാതെ ഈ സുഹൃത്തുക്കൾ അവിടെ പ്രഭാത ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. യാതൊരു വിധത്തിലുള്ള നാട്ടുകാരുടെ കയ്യിൽ നിന്നുമുള്ള ഒരു പിരിവോ അനധികൃതമായ യാതൊരു വിധത്തിലുള്ള സംവിധാനങ്ങളും ഇല്ലാതെ തികച്ചും സത്യസന്ധമായും സുതാര്യമായും ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു സംരംഭം. റജി തഴവ, മെഹർഖാൻ ചേന്നല്ലൂർ, ജെയ്സൺ തഴവ, അബ്ദുൾ ഷുക്കൂർ, ബിജു മുഹമ്മദ്, ഹാരിസ് ഖാരി തുടങ്ങിയവർ പങ്കെടുത്തു. നന്മ വണ്ടിയുടെ നേതൃത്വത്തിൽ പുതിയകാവ് നെഞ്ചുരോഗാശുപത്രിയിലെ ക്ഷയരോഗബാധിതർക്കും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നൽകി വരുന്ന പ്രഭാത ഭക്ഷണ വിതരണം 1170 ദിവസങ്ങളാണ് പിന്നിട്ടത്. ഈ 1168 ദിവസവും ഇന്നത്തെ പ്രഭാതം കൂടെ കൂട്ടുമ്പോൾ 69 ദിവസവും നമ്മൾ കൊടുക്കാൻ കഴിഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം പങ്കുവയ്ക്കുന്നത് വഴിയാണ്. പക്ഷെ അടുത്ത കാലത്ത് ചില ദിവസങ്ങളിലൊന്നും നമുക്ക് സ്പോൺസർമാർ വരാറില്ല. അപ്പോൾ ആ വരാത്തതിന്റെ കുറവുകൾ എങ്ങനെ പരിഹരിക്കാമെന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് പുസ്തക വണ്ടി എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.